Above normal rain likely in India in second half of monsoon season. IMD. ആർട്ടിക്കിൾ എടുത്തിരിക്കുന്നത് ദ ഹിന്ദുവിൽ നിന്നാണ്. നമുക്കറിയാം മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന പ്രതിഭാസം കാരണം ഈ വർഷം ഏതാണ്ട് ജൂൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ പല മേഖലകളിലും മഴ ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം മൺസൂണിന്റെ രണ്ടാം ഘട്ടത്തിലും അതിശക്തമായ മഴ പലയിടങ്ങളിലും ഇന്ത്യയിൽ ഉണ്ടാകും. എന്നാൽ ചില ഇടങ്ങളിൽ പതിവിൽ താഴെ മഴ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്കൻ മേഖല, കിഴക്കൻ മേഖല, അതുപോലെ തന്നെ ഡെക്കാൻ പെനിൻസുലയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖല, ഈ മേഖലകളിലൊക്കെ തന്നെ പതിവിലും താഴെ മാത്രമേ ഈ വർഷം മഴ നമുക്ക് പ്രതീക്ഷിക്കാനാവൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ആർട്ടിക്കിളിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളും ഒപ്പം തന്നെ ഇന്ത്യൻ മൺസൂണിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. വരും, എല്ലാവർക്കും ശങ്കർ ഐസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൺസൂൺ എന്ന പ്രതിഭാസത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നമുക്കറിയാം മൺസൂൺ ഇന്ത്യയെ തന്നെ വിശേഷിപ്പിക്കുന്നത് എ ട്രോപ്പിക്കൽ മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് എന്നാണ്. അതായത് മൺസൂൺ കാലാവസ്ഥയിൽ ഉള്ള ഒരു രാജ്യം. അപ്പോൾ എന്താണ് മൺസൂൺ? നമുക്കറിയാം മൺസൂൺ എന്ന് പറയുന്നത് വൻതോതിലുള്ള കാറ്റാണ്. അതായത് ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് അഥവാ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് ജൂൺ ജൂലൈ മാസത്തിൽ അടിക്കുന്ന ശക്തമായ കാറ്റാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു മെക്കാനിസം എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സമ്മർ ടൈമിൽ വേനൽക്കാലത്ത് അതിശക്തമായ ചൂട് കാരണം ഇന്ത്യൻ പെനിൻസുല അതിശക്തമായി ചൂടാവുകയും അതിന്റെ ഫലമായിട്ട് ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും ചെയ്യുന്നു, അഥവാ ലോ പ്രഷർ രൂപം കൊള്ളുകയും അതിന്റെ ഭാഗമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സറൗണ്ടിങ് സീ ആയിട്ടുള്ള ഇന്ത്യൻ ഓഷ്യനിൽ ഹൈ പ്രഷർ അഥവാ അമിതമായ മർദ്ദം ഉണ്ടാകുകയും ചെയ്യും. ഈ മർദ്ദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കാരണം അതിശക്തമായ കാറ്റ് ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് അടിക്കുകയും അങ്ങനെ വരുന്ന കാറ്റ് അറ്റ്മോസ്ഫിയറിൽ അഥവാ അന്തരീക്ഷത്തിലുള്ള ധാരാളം ഈർപ്പത്തെ പിടിച്ചെടുത്തുകൊണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഇന്ത്യൻ മൺസൂൺ എന്ന് നമ്മൾ പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് തരത്തിലുള്ള മൺസൂൺ ഉണ്ട്. ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂണും മറ്റൊന്ന് നോർത്ത് ഈസ്റ്റ് മൺസൂൺ. ഇനിയും കറണ്ട് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്താണ് IMDയിൽ നിന്നും വരുന്ന പുതിയൊരു വാർത്ത? ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ 2025 മൺസൂണിന്റെ രണ്ടാം ഘട്ടത്തിൽ, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇന്ത്യയുടെ പല മേഖലകളിലും പതിവിലും കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ചില മേഖലകളിൽ പതിവിലും താഴെ മഴ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യ, അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് പെനിൻസുലാർ മേഖല, ഇവിടെയൊക്കെ തന്നെ പതിവിലും താഴെ മഴ മാത്രമേ ഈ വർഷം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ ഒരു ജൂൺ ജൂലൈ മാസത്തിൽ പെയ്ത മഴയുടെ കണക്കെടുത്താൽ തന്നെ നമുക്കറിയാം ശരാശരിയും കൂടുതൽ മഴ നമുക്ക് ഈ വർഷം ലഭിച്ചിട്ടുണ്ട്. ശരാശരി എല്ലാ വർഷവും നമുക്ക് ഈ ഒരു കാലയളവിൽ നമുക്ക് കിട്ടുന്ന മഴ എന്ന് പറയുന്നത് 445.8 മില്ലിമീറ്റർ മഴയാണ്. എന്നാൽ ഈ വർഷം നമുക്ക് ഈ ഒരു 60 ദിവസത്തിനകം തന്നെ ഇന്ത്യയിൽ പെയ്തിരിക്കുന്ന മഴയുടെ കണക്കെടുക്കുകയാണെങ്കിൽ അത് ഏതാണ്ട് 474.3 മില്ലിമീറ്റർ ഉണ്ട്. അതായത് ഏകദേശം 6% കൂടുതൽ മഴ ഈ വർഷം നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളതായിട്ട് ആണ് IMDയുടെ കണക്കുകൾ പറയുന്നത്. ഇനിയും എന്താണ് ഈ വർഷത്തെ അതിശക്തമായ രണ്ടാം ഘട്ട മൺസൂണിന് കാരണമാകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാരണങ്ങളുണ്ട്. IMD പറയുന്ന ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന ഫിനോമിനയാണ്. നമുക്കറിയാം ഈ ഒരു പ്രതിഭാസം കൊണ്ട് മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തിന് ഒരേ സമയം തന്നെ മഴയെ ശക്തിപ്പെടുത്താനും ഒപ്പം തന്നെ വീക്കാക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്ന് പറയുന്ന ഈ പ്രതിഭാസം ഈ മേഖലയിൽ ആക്റ്റീവ് ആണെങ്കിൽ ഈ മേഖലയിൽ അതിശക്തമായ മഴ ഉണ്ടാവുകയും എന്നാൽ ഈ തൊട്ടപ്പുറത്തുള്ള ഈ മേഖലയിലും മഴയുടെ അളവ് ഗണ്യമായി കുറയുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 6 ന്യൂനമർദ്ദം തന്നെ ഓൾറെഡി ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഈ ജൂലൈ മാസത്തിൽ രൂപം കൊണ്ടിരുന്നു. അതിൽ 4 ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് വളരുകയും അതിൽ 6 3 രൂപം കൊണ്ടിരിക്കുന്നത് കരയിലുമാണ്. അപ്പോൾ ഇതും മഴയെ ശക്തിപ്പെടുത്താം. അടുത്തതായി പറയുന്ന ഒരു കാരണം എന്ന് പറയുന്നത് എൻസോ ന്യൂട്രൽ ഫേസ് ആണ്. നമുക്കറിയാം എൻസോ ന്യൂട്രൽ ഫേസിൽ അതും ലാനിന വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. പക്ഷെ എന്നാലും ഈ ഒരു രണ്ടാം ഘട്ടത്തോടുകൂടി ഈ ലാനിന എന്ന് പറയുന്ന ഘട്ടം വീക്ക് ആണെങ്കിൽ പോലും അത് വാക്കർ സെല്ലിനെ ശക്തിപ്പെടുത്താൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് വാക്കർ സെൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സെൻട്രൽ പസഫിക്കിൽ ഉണ്ടാകുന്ന ഒരു തരം എയറിന്റെ മൂവ്മെന്റ്സിനെയാണ് നമ്മൾ വാക്കർ സെൽ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഫേസിൽ വെസ്റ്റേൺ പസഫിക് ചൂടാവുകയും അതിന്റെ ഭാഗമായി ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും ചെയ്യും. എന്നാൽ അതേസമയം തന്നെ ഈസ്റ്റേൺ പസഫിക് കിഴക്കൻ മേഖല തണുക്കുകയും അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ മർദ്ദം ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം കാറ്റ് എപ്പോഴും കൂടുതൽ മർദ്ദമുള്ളിടത്തു നിന്നും കുറഞ്ഞ മർദ്ദമുള്ളിടത്തിലേക്കായിരിക്കും സഞ്ചരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു വാക്കർ സെൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ വാക്കർ സെൽ ശക്തിപ്പെടുന്നതോടുകൂടി ഈസ്റ്റേൺ ട്രേഡ് വിൻഡ് ശക്തിപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു പക്ഷേ മൺസൂണിനെ ശക്തിപ്പെടുത്താനുള്ള ഒരു കാരണമായി തീർന്നേക്കാം. അടുത്തതായി പറയുന്നത് IMD പറയുന്ന മറ്റൊരു കാര്യം, ഈ ഒരു മൺസൂണിൽ തന്നെ നമ്മളൊരു ചെറിയ ബ്രേക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ദിവസങ്ങളിൽ മഴ ലഭിക്കാത്തൊരു സാധ്യത ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതൊരിക്കലും ഹിമാലയൻ ടർഫ് എന്ന് പറയുന്ന പ്രതിഭാസമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അപ്പോൾ എന്താണ് ഹിമാലയൻ ടർഫ്? ഹിമാലയൻ ടർഫ് എന്ന് പറയുന്നത്
വടക്ക് പടിഞ്ഞാറൻ മേഖല മുതൽ ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ വരെ നീണ്ടു കിടക്കുന്ന ഒരു ന്യൂനമർദ്ദ മേഖലയാണ്. ഇത് എങ്ങനെയാണ് ആക്റ്റീവ് ആകുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മൺസൂൺ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം, അതായത് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മൺസൂൺ ടർഫ് എന്ന് പറയുന്ന ഈ ന്യൂനമർദ്ദ മേഖല വടക്കോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഹിമാലയൻ താഴ്വാരകളിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോഴത്തേനും ഈ പറയുന്ന മോയ്സ്ചർ ആയിട്ടുള്ള വിൻഡ് എല്ലാം ഈ ഒരു ഭാഗത്തേക്ക് പോവുകയും, അങ്ങനെ ഈ ഒരു പ്രതിഭാസം നടക്കുന്നതുകൊണ്ട് തന്നെ മൺസൂണിന്റെ ഇടയിൽ ഒരു ചെറിയ ഇന്റർവെൽ ഉണ്ടാവുകയും രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും, അതായത് ഹിമാലയൻ താഴ്വാരകൾ ഒഴികെ ബാക്കി എല്ലാ മേഖലകളിലും മഴ കുറയാനോ ഇല്ലെങ്കിൽ നിന്നു പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇതൊരു താൽക്കാലിക ഫിനോമിന മാത്രമാണ്. ഇനിയും അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വടക്ക് കിഴക്കൻ മേഖലകളിലെ ഒരു റെയിൻഫാൾ ട്രെൻഡ് ആണ്. നമുക്കറിയാം ഇപ്പോൾ IMD പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെമ്പാടും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ എബോ നോർമൽ റെയിൻഫാൾ ലഭിക്കുമെന്നും, എന്നാൽ വടക്ക് പടിഞ്ഞാറൻ മേഖല, അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയുടെ ചില മേഖല, അതുപോലെ തന്നെ പെനിൻസുലാർ ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റ് മേഖല അഥവാ തെക്ക് പടിഞ്ഞാറൻ മേഖല, ഇവിടെയൊക്കെ തന്നെ ഗണ്യമായി മഴ കുറയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നോർത്ത് ഈസ്റ്റ് വളരെ കാലഘട്ടമായിട്ട് മഴയ്ക്ക് പേര് കേട്ടൊരു സ്ഥലമാണ്. നമുക്കറിയാം ചിറാപുഞ്ചി പോലെയുള്ള മേഖലകളിലൊക്കെ തന്നെ ഉള്ളത് ഈ വടക്ക് കിഴക്കൻ മേഖലയിലാണ്. എന്നാൽ ഇതിപ്പോൾ തുടർച്ചയായിട്ട് 5ാമത്തെ വർഷമാണ് നോർത്ത് ഈസ്റ്റിൽ ഈ മൺസൂൺ വീക്ക് ആവുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ലാസ്റ്റ് 30 വർഷത്തെ ട്രെൻഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റന്റ് ആയിട്ട് ഈ ഒരു മേഖലയിൽ മൺസൂൺ വീക്ക് ആവുന്നതായിട്ടും ദുർബലപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് പറയുന്നത് മറ്റാരുമല്ല, IMDയുടെ അനാലിസിസ് ആണ്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് മൺസൂൺ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കിക്കഴിയാം. അപ്പം നമുക്കറിയാം ഇന്ത്യയെ വിളിക്കുന്നത് തന്നെ ഒരു ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റിൽപ്പെട്ട രാജ്യം എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലൈനാണ് യഥാർത്ഥത്തിൽ മൺസൂൺ കാലങ്ങളായി. അപ്പോൾ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ 80% മഴയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു മൺസൂൺ ആണ്. അതുപോലെ തന്നെ 42% ജനസംഖ്യയെ ഇപ്പോഴും ഈ മൺസൂണിനെ ആശ്രയിച്ചാണ് കഴിയുന്നത്. അതുപോലെ തന്നെ 80% ഓഫ് GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും GDPക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഈ ഒരു മൺസൂണാണ്. അതുപോലെ തന്നെ നമുക്കറിയാം മൺസൂൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുഴകളും നദികളും ഒക്കെ തന്നെ റീഫിൽ ആവുകയും ഒപ്പം തന്നെ നമുക്ക് കുടിക്കാനുള്ള ഗ്രൗണ്ട് വാട്ടർ ഒക്കെ തന്നെ റീഫിൽ ആവുകയും ചെയ്യുള്ളൂ. സോ ഇതൊക്കെയാണ് മൺസൂണിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ട്രോപ്പിക്കൽ മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് രാജ്യമാണ്. നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി.